ഒരു വർഷത്തിന് ശേഷമുണ്ടായ ഈ ഒരു വലിയ കൂട്ടക്കൊല, അതിന് വിപുലമായ ആസൂത്രണം എന്തായാലും ആവശ്യം വരും, വലിയൊരു ഗൂഢാലോചന ആവശ്യം വരും. പക്ഷേ ഈ ഗൂഢാലോചനയിലേക്ക് വെളിച്ചം വീശുന്ന അന്വേഷണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ അന്വേഷണത്തിൻ്റെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഈ മാറാട് കൂട്ടക്കൊല നടന്നത് ആകസ്മികമായിരുന്നില്ല. കടൽ വഴിയാണ് ആയുധം എത്തിയത്. ഈ കടൽ വഴി ആയുധം എത്തി. സാമ്പത്തിക സ്രോതസ്സ് FM എന്ന് പറയുന്ന ആളാണ് ഇതിനു വേണ്ട സാമ്പത്തിക സ്രോതസ്സ് മുഴുവൻ ഒരുക്കിയത്. ഈ സാമ്പത്തിക സ്രോതസ്സ് ആരാണ്? ആയുധം വന്ന വഴി ഇത് കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അവസാനം കൺക്ലൂഷനിൽ തോമസ് പി ജോസഫ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഇത് അദ്ദേഹം പേജ് നമ്പർ 186 ഇത് പറയുന്നു. എ പേഴ്സൺ കാൾഡ് FM, ഫൈനാൻസ് മിനിസ്റ്റർ, who came to Kozhikode from the Gulf countries on 2/5/2003 was the source of the money behind the massacre that two ministers in the cabinet of DW1 had unimaginable connection with the FM, that the government may be in trouble if the CBI investigated the case at a time when the BJP was in power at the center. അപ്പോൾ CBI അന്വേഷണം വന്നാൽ, BJPയുടെ ഭരണം വന്ന അതിന് ശേഷം CBI അന്വേഷണം വന്നാൽ, ഈ FM-ഉമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്ന 2 മന്ത്രിമാർ, ഈ 3 പേരാണ് ഈ കൂട്ടക്കൊലയ്ക്ക് സാമ്പത്തിക സ്രോതസ് ഒരുക്കിയത്. ഇത് പുറത്തു വന്നാൽ ആ ബന്ധം, അത് പുറത്തു വരുന്നത് പലരെയും സർക്കാരിനെ ബാധിക്കും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആരോപണം വന്നത് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ഭയം കാരണമാണ് AK ആൻ്റണി CBI അന്വേഷണത്തിന് തയ്യാറായിട്ടും കുഞ്ഞാലിക്കുട്ടിയുടെ സമ്മർദ്ദവും ഭയവുമാണ് നിങ്ങൾ എന്നെയും കൂടി അറസ്റ്റ് ചെയ്യും, അല്ലെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭാ യോഗത്തിലെടുത്ത നിലപാടാണ് ആൻ്റണി എന്ന് CBI അന്വേഷണത്തിന് ഉത്തരവിടാതിരിക്കാൻ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ കാര്യം തോമസ് പി ജോസഫ് വളരെ വ്യക്തമായിട്ട് കണ്ടെത്തി. അപ്പോൾ തോമസ് പി ജോസഫ് പറഞ്ഞ 1, ആയുധം കൊണ്ടുവന്ന വഴി, 2, ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ്. ഇത് രണ്ടും അന്വേഷിക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. എൻഫോഴ്സ്മെൻറ്റ്, ഇൻ്റലിജൻസ്, CBI ഇവർ 3 പേരും കൂടി ചേർന്നുള്ള ഒരു സംയുക്ത അന്വേഷണമാണ് ഇതിന് അഭികാമ്യമെന്ന് ഇദ്ദേഹം പറഞ്ഞു. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും വർഷങ്ങളോളം ഇതിൻ്റെ പുറത്ത് അടയിരുന്നു. കുമ്മനം രാജശേഖരൻ മാത്രമാണ് ആത്മാർത്ഥമായിട്ട് ഈ റിപ്പോർട്ട് നടപ്പാക്കണമെന്നും CBI അന്വേഷണം വേണമെന്നും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വന്നത്. BJPയും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് CBI അന്വേഷണം വന്നത്. പക്ഷേ ഈ അന്വേഷണത്തിൽ ഇതിൻ്റെ നാനാവശങ്ങളും കൊണ്ടുവരാനോ അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട് IBയും CBIയും നമ്മുടെ എൻഫോഴ്സ്മെൻറ്റും ഉൾപ്പെട്ട ഇതിൻ്റെ ധനസ്രോതസ് മുഴുവൻ പുറത്തു കൊണ്ടുവരുന്നതിലും BJP പരാജയപ്പെട്ടു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ, പ്രസിഡൻ്റായിട്ടേ ഉള്ളൂ. പക്ഷേ അതിനു മുൻപുണ്ടായിരുന്ന BJP നേതൃത്വത്തിൽ ഇത് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിലും കൺവിൻസ് ചെയ്യുന്നതിലും ആ തരത്തിലുള്ളൊരു അന്വേഷണം കൊണ്ടുവരുന്നതിലും എഫക്റ്റീവായിട്ട് ഇടപെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മാറാടിൻ്റെ ഈ തരത്തിലുള്ള ഒരു ചർച്ച ആയിരുന്നില്ല ഉണ്ടാവുക. അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ മായിൻ ഖാജിക്കും അടക്കമുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് അന്വേഷണ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ കെടുകാര്യസ്ഥത കാണിച്ച മഹേഷ് കുമാർ സിംഗ്ല എന്ന് പറയുന്ന IPS ഓഫീസർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ കലാപത്തിൽ പങ്കാളിയാണെന്ന് കരുതുന്ന അബൂബക്കർ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവിൻ്റെ വ്യാപാര പങ്കാളിയായിരുന്നു. അവർ ഒരുമിച്ച് കോഴിക്കോട് ബിസിനസ് നടത്തിയിരുന്നു. ആ മഹേഷ് കുമാർ സിംഗ്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരനായി, ഉദ്യോഗസ്ഥനായി. അപ്പോൾ ഈ തരത്തിൽ ഈ സംഭവത്തിൽ ഇയാൾ ഇൻവോൾവ് ആണ്, ഇയാളാണ് ഈ പ്രശ്നങ്ങളുടെ ആണിക്കല്ല്. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ തീവ്രവാദ ബന്ധം ഉണ്ട് എന്ന കാര്യം കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തേണ്ടത് സംസ്ഥാന BJP നേതൃത്വമായിരുന്നു.
അത് സംസ്ഥാന BJP നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഞാൻ ആരുടെ പേര് പറയില്ല, ഞാൻ മൊത്തം സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്.